ഹായ് ഗൈസ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. റെസിപ്പി വീഡിയോ ഇഷ്ടമില്ലാത്തവർക്ക് കമന്റിൽ കൊഞ്ഞണം കുത്തിയിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകാം. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങൾ പിണങ്ങിപ്പോതാ വാ ഇങ്ങോട്ട്. ഇന്നത്തെ സ്പെഷ്യൽ പേറ്റുപുളി AKA വറുത്തരച്ച പുളി. ഇതിനായിട്ട് ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തേങ്ങയിട്ട് കിണ്ടണം. കഴിഞ്ഞ് വറ്റൽമുളക് ഇട്ട് കിണ്ടണം. അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ഇട്ടും കിണ്ടണം. കിണ്ടലോട് കിണ്ടൽ തീർന്നിട്ടില്ല. തേങ്ങ വരണ്ട് വരുമ്പോഴത്തേന് പൊടി വാരിയിട്ട് കിണ്ടണം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. വറ്റൽമുളക് ഇട്ടതുകൊണ്ട് മുളക് പൊടി ഇടണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോ കേട്ടോ. മതി കിണ്ടിയത്. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വെള്ളം പോലെ ആക്കി അതിലേക്ക് ഉപ്പും കുതിർത്ത് വെച്ചിരിക്കുന്ന വടക്കംപുളിയും ആ വെള്ളവും ഒഴിച്ച് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേന് സംഗതി റെഡിയായോ? ഇല്ല. എന്നാലേ കടുവർത്തൊഴിക്കുന്നതോടെ സംഗതി റെഡിയാകും. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ വയറ്റിലുണ്ടാകുന്ന തിരയിളക്കത്തിന് ശമനം വരുത്താനാണ് ഇങ്ങനെയുള്ള റെസിപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോ ആരാഴ്ച നിങ്ങളുടെ വീട്ടിൽ പെറ്റ് കിടക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. ആര് പെറ്റാലും പെറ്റില്ലെങ്കിലും വീട്ടിൽ ചക്ക വെച്ചിട്ടുണ്ടോ അന്ന് പേറ്റുപുളി ഉണ്ടായിരിക്കും. പിന്നെ സബ്സ്ക്രൈബർ ആയ സൂര്യയുടെ മകൻ വിഷ്ണുക്കുട്ടന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ മോനോ. കറി റെഡിയായ സ്ഥിതിക്ക് ഇനി കുഴച്ചുമിടുങ്ങൾ തന്നെ. തലേന്നത്തെ മീൻ ചട്ടിയാണ് ഇന്നത്തെ ഗോദ. ചോറ്, ചക്ക, പുളി, കരുവാട്, മാങ്ങാച്ചാറും കൂടെ ചട്ടിയിലിട്ട് കുഴച്ചങ്ങ് അറിഞ്ഞു. ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.